ഇന്ന് രാവിലെ ഗ്രീൻ പീസും നൂലപ്പത്തിനും വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്തേക്കണം. നൂലപ്പത്തിന് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വേവിച്ചും വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഗ്രീൻ പീസ് വെക്കണത് തക്കാളി ഇട്ട് വാട്ടി, ചിലപ്പോൾ ഞാൻ അരച്ച് വെക്കും, തേങ്ങയൊക്കെ അരപ്പിട്ടിട്ട് ചെയ്ത് നോക്കും. ഇപ്പോൾ വയ്യാത്ത കാരണം സാധാ രീതിക്ക് അങ്ങോട്ട് പോട്ടെ എന്ന് വെച്ചേ. അപ്പോൾ ഒരാൾക്കത് പിടിച്ചില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ കഴിക്കുക. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങയും കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നിസൂനെ ഒരുക്കാനായിട്ട്. ഇന്ന് നവംബർ 14 അല്ലേ, ശിശുദിനം അല്ലേ. അപ്പോൾ അവൾക്ക് ഇന്ദിരാഗാന്ധി ആവണമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ആക്കി എടുക്കണേ കേട്ടോ. ഞാൻ ആക്കാൻ കാരണം തന്നെ അവളുടെ ഒരു മുടി, ഹെയർ സ്റ്റൈൽ ഇങ്ങനെ സ്പ്രിങ് പോലത്തെ മുടിയാണേ. അപ്പോൾ എനിക്കത് അങ്ങനെ ആക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു സാരിയും ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഞാൻ അയൺ ചെയ്ത് ഇതേപോലെ ആക്കിയേക്കണേ കേട്ടോ. ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ തന്നെ രീതിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി നരക്ക് വേണ്ടി ഇത്തിരി പൗഡർ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തേക്കണേ കേട്ടോ. എന്നിട്ട് ഞാൻ അംഗനവാടി എത്തിയതേ. ഈ ഫോട്ടോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. ഞാൻ ഇങ്ങനെ ചരിച്ച് നിർത്തിയിട്ടാണ് എടുത്തത്. 9:30 തുടങ്ങിയപ്പോൾ തന്നെ. പിന്നെ ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു റാലി ഉണ്ടായിരുന്നു. പിള്ളേരുടെ അമ്മമാരുണ്ടായ എല്ലാവരെയും പിടിക്കാൻ ആളുണ്ടായിരുന്നേ. അതല്ലെങ്കിൽ ഒരാൾ പിടിക്കുമ്പോൾ മറ്റാൾ ഓടുമായിരുന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു ഇത്തിരി സമ്മാനദാനം ഉണ്ടായിരുന്നു കേട്ടോ. ഇസുവിനും ജാൻവിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടാ.